ഹായ്, ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ് കേട്ടോ. ഫുൾ ബോഡിക്ക് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് മടിക്കേണ്ട അങ്ങ് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ ഷോൾഡർ, നെക്ക്, നമ്മുടെ കാല്, കൈ, വയറ്, ബാക്ക് ഫാറ്റ്, അങ്ങനെ ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാം നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കേണ്ട. അപ്പോൾ ഒരു ഏജ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം, ഒട്ടും മടിക്കേണ്ട. എന്ന് വെച്ചിട്ട് ഏജ് ഇല്ലാത്തൊരു ചെയ്യരുതെന്നല്ല, അവരും ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ഹാർട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർട്ട് നമ്മൾ കാഫ് മസിൽസ് ഉണ്ട് ഇത്. അപ്പോൾ ഇവിടത്തേക്കുള്ള വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ എന്ത് വർക്കൗട്ട് നിങ്ങൾ ചെയ്താലും ഈ ഒരു വർക്കൗട്ട് കൊടുക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതേ കണക്ക് ഞാൻ സൈഡ് ഏരിയയിൽ നിന്ന് കാണിച്ചു കേട്ടോ. ഇതേ കണക്ക് നമ്മളിത് കൈ ഉയർത്തുമ്പോൾ 2 ഉപ്പൂറ്റിയും ഒരുമിച്ചൊന്ന് ഉയർത്തണം കേട്ടോ. ഇതേ കണക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു 20 വട്ടമൊക്കെ ചെയ്യണം. 20 വട്ടം വെച്ചാൽ ഈ നമ്മുടെ കാലിൻ്റെ ഭാഗം നന്നായിട്ട് കഴിക്കും. നമ്മൾ ആ കാഫ് മസിൽസിനോട് നന്നായിട്ട് കഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന തന്നെയാണ്. ഇപ്പോൾ ഏജുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അത് മെല്ലെ നിങ്ങൾ ചെയ്താൽ മതി. ഒത്തിരി ഇങ്ങനെ നല്ല സ്പീഡിനും ചെയ്തുകൊണ്ടോ, കാരണം നല്ല വേദന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് ഇത് കൊടുക്കേണ്ടുന്ന വർക്കൗട്ട്, ഇത് എല്ലാ മനുഷ്യരും കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ്, അറിയാമല്ലോ. നമ്മുടെ ഹാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടണം, എങ്കിലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ അതിലൊട്ടും ചെയ്യാൻ പഠിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറ്റിച്ച് അങ്ങനെ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കൈ ഒന്ന് മുറുക്കി പിടിക്കുക കേട്ടോ. എന്നിട്ട് ചെസ്റ്റ് ലെവലിൽ വയ്ക്കുക. എന്നിട്ട് അല്ലേ ഇതേ കണക്ക് പുറകോട്ട് നീട്ടുമ്പോൾ കൈ കൂടെ ഇതേ കണക്ക് കണ്ടോ. ബോഡി നല്ലതായിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഞാനത് നോർമൽ സ്പീഡിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നോർമൽ സ്പീഡിൽ നിങ്ങൾക്ക് ഈ നോർമൽ സ്പീഡ് പറ്റുന്നില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല, സ്ലോയിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ മാറ്റി വയ്ക്കൂ. ആ കൊടുക്കുന്ന 20 മിനിറ്റ് തന്നെ നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള ശരീരത്തിനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന മൂന്നാമത്തെ കേട്ടോ. ഞാൻ കുറച്ച് കാണിച്ച് പോകുന്നുള്ളൂ. എണ്ണമൊക്കെ കൂട്ടിയെടുക്കുന്നതൊക്കെ നിങ്ങളുടെ അത്രയും കൂട്ടിയെടുത്താൽ വീഡിയോ അത്രയും ലെങ്ത് ആവും. പിന്നെ നിങ്ങൾക്ക് തന്നെ മടിയുണ്ടാവും കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ എനിക്ക് പുറകിലേക്ക് വെച്ചിട്ട് കൈ ഉയർത്തി വേണം കാല് പുറകിലേക്ക് ഉണ്ടാക്കും. അപ്പോൾ കാല് മുന്നോട്ടെടുക്കുമ്പോൾ കൈ നമ്മൾ പുറകിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ആദ്യം എടുക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ചെയ്യുമ്പോൾ ഫുള്ള് തെറ്റായിട്ട് വരും. അതിനൊന്നും കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കി സ്ലോവിന് ചെയ്യുക കേട്ടോ. കാല് പുറകോട്ട് എടുക്കുമ്പോൾ കൈ ഉയർത്തുക, കാല് മുന്നിലേക്ക് ഇതുപോലെ പൊക്കി എടുക്കുമ്പോൾ കണ്ടോ. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് ഒന്നുകിൽ ഒരു കാല് ചെയ്തതിന് ശേഷം മറുകാല് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ മാറി ചെയ്യാം. ഇപ്പോൾ അതായത് ഒരു കാല് നമ്മളിത് ഇങ്ങനെ എടുത്തു വച്ചു, പിന്നെ വീണ്ടും മറുകാല് ഇങ്ങനെ കണ്ടോ. ഇത് കുറേ കൂടെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒന്ന് എടുത്തു വച്ചു പിന്നെ അടുത്ത് അങ്ങനെ ഒരു സ്ലോയിൽ വരും. നമ്മൾ ഒരു കാല് മാത്രം എടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാം. മറ്റേതാകുമ്പോൾ പക്ഷേ നമുക്ക് സ്ലോയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഏത് രീതി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കാലം എടുത്തതിന് ശേഷം മാത്രം. അപ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു കാലിൽ ഒരു 20 വെച്ച് എടുക്കുകയാണെങ്കിൽ മറുകാലിലും ആ 20 തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കാല് കണ്ടോ, കാല് പുറകിലേക്ക് എടുക്കുമ്പോഴാണ് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ഈ കാണിച്ച എല്ലാ വർക്കൗട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ഭാഗം വലിയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് നമ്മളെല്ലാ മനുഷ്യരും കൊടുക്കേണ്ടത് തന്നെയാണ്. അതിനൊട്ടും മടി വിചാരിക്കരുത്. വയറ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. വയറിന് മാത്രമായിട്ട് ഒരു വർക്കൗട്ട് ആരും ചെയ്യരുത്. ഫുൾ ബോഡിക്ക് വർക്കൗട്ട് കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ സൈഡിൽ നിന്ന് കാണിച്ചിരുന്ന ആ സെയിം വർക്കൗട്ട് നമുക്ക് നേരെ നിന്നൊന്ന് ചെസ്റ്റ് ലെവലിൽ കൈ വെച്ച് ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് സൈഡിൽ നിന്നിട്ട്. അതായത് കണ്ടോ, ഒന്ന് സ്ലോയിൽ ചെയ്താൽ മതി കേട്ടോ. ഹൈ സ്പീഡിലൊന്നും ചെയ്ത് പോകണ്ട. നന്നായിട്ട് മനസ്സിലാക്കി ബോഡിയൊക്കെ നന്ന ലെവലിൽ ചെയ്ത് വെച്ച് നമ്മളൊന്ന് സ്ലോയിൽ ചെയ്ത് ഒരു ഇതാക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയിലോട്ട് പോയാൽ മതി. പിന്നെ പറഞ്ഞ കണക്ക് കാഫ് മസിൽസിന് നമ്മൾ വർക്കൗട്ട് കൊടുക്കാതിരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഹാർട്ടിനോളം ഇമ്പോർട്ടൻ്റ് വേറെ ഒന്നുമില്ല. ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം കൂട്ടാവോ അത്രത്തോളം കൂട്ടി വയ്ക്കുക. അതിൻ്റെ ഗുണം ബാക്കി എല്ലാ ശരീരഭാഗത്തിനോടും ഉണ്ടാവും. അപ്പോൾ ഇതേ കണക്കിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക്
കൈ ഉയർത്തി കാലും കൂടെ ഉയർത്തി ചെയ്യാൻ ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റിക്ക് സപ്പോർട്ടിങ് സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് ഇല്ലാത്തവർ ചുവരുമേൽ പിടിക്കാം, തൂണുണ്ടെങ്കിൽ തൂണിൽ പിടിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ കാണിക്കുക. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കൈ പൊക്കുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ മാറുന്നതാണ്. കാരണം കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാറുന്നതാണ്. പിന്നെ നമ്മളെ ബോഡി നല്ല സ്ട്രെച്ചിങ് വരും, നന്നായിട്ട് ബാക്കൊക്കെ നന്നായിട്ട് വലിഞ്ഞു വരുന്നു. മറ്റേത് കേട്ടോ, ഞാൻ ആ കൈ ഉയർത്തുക അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യുക. തീരെ പറ്റാത്തൊരു കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചിട്ട് ഇതും നിങ്ങൾക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങ് ചെയ്യാം. അത് ഫുൾ ബോഡിക്ക് കൊടുക്കുന്നു. ഇത് നമ്മൾ കാഫ് മസിൽസ് മാത്രം കൊടുക്കുമ്പോഴാണ് ഇത് കണക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ മടിക്കാണ്ട് എല്ലാവരും ചെയ്ത്, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ തിരക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.